ഇന്ന് നമ്മൾ നോക്കുന്നത് വോളിലുള്ള ഓപ്പണിങ്സ് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആർക്കിടെക്ചർ ടാബിൽ നിന്ന് തന്നെ വോൾ ആർക്കിടെക്ചറൽ യൂസ് ചെയ്ത് ഒരു വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വോൾ ക്രിയേറ്റ് ചെയ്ത് 3D വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യൂവിൽ നമുക്കൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തെടുക്കണം ഈ ഒരു വോളിൽ. അപ്പം അതിനു വേണ്ടി വോളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ വോൾ എന്നുള്ളൊരു പാനൽ വരും. അതിൽ തന്നെ വോൾ ഓപ്പണിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ വോളിൽ ഓപ്പണിംഗ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് ഒരു ഓപ്പണിംഗ് ആയിട്ട് മാറും. സോ വോളിൽ ഓപ്പണിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പണിംഗ് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ വോളിൽ തന്നെ ഓപ്പണിംഗ് കൊടുക്കാനായി ഒരു വോളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോൾ ഓപ്പണിംഗ് പാനൽ കിട്ടുന്നത് തന്നെ സെയിം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആർക്കിടെക്ചർ ടാബ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആർക്കിടെക്ചർ ടാബിൽ തന്നെ ഓപ്പണിംഗ് എന്നുള്ള പാനലിൽ വോൾ ഓപ്പണിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ വോൾ ഓപ്പണിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വോളിനെ സെലക്ട് ചെയ്യാം. വീണ്ടും നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതൊരു ഓപ്പണിംഗ് ആയിട്ട് മാറും. ഇത് പക്ഷേ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഓപ്പണിങ്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ ഒരു ആർക്ക് ഓപ്പണിംഗ് ഒക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ വോളിൻ്റെ പ്രൊഫൈലിനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വോളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോളിൻ്റെ പ്രൊഫൈൽ കാണാനായിട്ട് പറ്റും. ഈ വോളിൻ്റെ ബൗണ്ടറി ഈ ഒരു പിങ്ക് കളർ ലൈൻസിലാണ് കാണിക്കുന്നത്. ഈ ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. ഓപ്പൺ ചെയ്ത് ഈ ഒരു ലൈൻ ഡിലീറ്റ് ചെയ്ത് ഈ ഫിനിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാർണിംഗ് വരുന്നുണ്ടായിരിക്കും ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പിലാവണം എന്നുള്ളത്. അതൊരു കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ വരുന്നത് ഇതൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യണം. അതിനുള്ളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഇവിടെ ഇതുപോലൊരു ലൈൻ വരച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വാർണിംഗ് വരും, ഇൻ്റർസെക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്കൊരു ഓപ്പണിംഗ് വരണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ അകത്തേക്ക് വേറൊരു ക്ലോസ്ഡ് ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണിത്. ഈ ഷേപ്പിൻ്റെ അകത്തേക്ക് വേറൊരു റെക്റ്റാങ്കിൾ കൂടി ആഡ് ചെയ്തു. ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് വേറൊരു ക്ലോസ്ഡ് ലൂപ്പ് വരച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് ആയിട്ട് മാറി. ഇതാണ് നേരത്തെ നമ്മൾ വോൾ ഓപ്പണിങ്ങിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ഇപ്പം ഈ ഒരു ആർച്ച് ഓപ്പണിംഗ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെയാണ് ഒരു ആർക്ക് വേണ്ടതെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് റേഡിയസ് ആർക്ക് സെലക്ട് ചെയ്തു. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെലക്ട് ചെയ്ത് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഈ ലൈൻ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ലൈനിനെ ആദ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ലൈനിനെ മാത്രം ഡിലീറ്റ് ചെയ്താൽ പോരാ, ഈ ഒരു 2 പോയിന്റും ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് അല്ല. അപ്പം അതുകൊണ്ട് ഈ 2 പോയിന്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്യാം. സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്ത് ഡിലീറ്റ് ഇന്നർ സെഗ്മെൻറ്റ് എനേബിൾ ചെയ്ത് ഈ 2 പോയിന്റ് സ്പ്ലിറ്റ് ചെയ്താൽ അതിനുള്ളിലുള്ള പോർഷൻ ഡിലീറ്റ് ആയിട്ട് പോയി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അതേ പോയിന്റിലേക്ക് തന്നെ എൻഡ് ചെയ്യും. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് മാറി. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് വോളിലേക്ക് ഓപ്പണിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.